ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഈ പറയുന്ന കുറെ റീജിയണൽ സംഘടനകളുടെയൊക്കെ പ്രശ്നങ്ങൾ പതുക്കെ നേതാക്കന്മാർ മനസ്സിലാക്കി തുടങ്ങി. മദ്രാസിൽ പറയുന്ന പ്രശ്നങ്ങൾ മാത്രമേ മദ്രാസ് മഹാജൻ സഭയിൽ ചർച്ചാ വിഷയമാകുന്നുള്ളൂ. ബോംബെയിലെ പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ചർച്ചാ വിഷയമാകുന്നുള്ളൂ. റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ബോംബെയിലെ ചുറ്റുപാടുമുള്ള കുറച്ച് എലീറ്റ് ക്ലാസ്സുകളായിരിക്കും കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നത്. അവിടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോ കർഷകന്റെ പ്രശ്നങ്ങളോ തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സോ അവിടെ ഒരു പ്രോപ്പർ റെപ്രസെന്റേഷൻ ഇല്ല. അത് റീജിയണൽ വൈസ് ആയിക്കോട്ടെ സെക്ഷൻ വൈസ് ആയിക്കോട്ടെ ഒന്നും തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഈ പറഞ്ഞ പ്രീ INC ഓർഗനൈസേഷനിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വർഷം 1885. പക്ഷെ തുടങ്ങിയത് ഒരു ബ്രിട്ടീഷുകാരനാണ് ഇത് തുടങ്ങാനായിട്ട് മുൻപന്തിയിൽ നിന്നത്. അദ്ദേഹമാണ് A.O. ഹ്യൂം. A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിരുന്നു. പുള്ളിക്ക് എന്താ കാര്യം ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടി ഒരു സംഘടന തുടങ്ങാനായിട്ട്? പുള്ളിക്ക് എന്താ തലയ്ക്ക് ഓളമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് ഇന്ത്യക്കാരെ എന്താണ് മറ്റേ അങ്ങ് ഉദ്ധരിക്കണം എന്നുള്ളത് പുള്ളിക്ക് എന്തെങ്കിലും മറ്റേ ഹോബി വല്ലതും ആണോ? എന്തുകൊണ്ടായിരിക്കാം പുള്ളി തുടങ്ങിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ മറ്റേ ഇത് പറഞ്ഞോ? ഉടായ്പാണെങ്കിൽ ഉടായ്പെന്ന് പറഞ്ഞോ? ഓൺലൈൻ പുള്ളി ഇത് വന്ന് തുടങ്ങാനായിട്ട് പല പല കാരണങ്ങൾ, കിംവദന്തികളൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് 2 തിയറീസ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ആദ്യം പുള്ളിയുടെ പാസ്റ്റ് എന്ന് പറയാം. പുള്ളി ഒരു പക്ഷിശാസ്ത്രജ്ഞനായിരുന്നു, ഒരു ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും A.O. ഹ്യൂമാണ് കേട്ടോ. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും A.O. ഹ്യൂമാണ്. ഒരു ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു പുള്ളി. അങ്ങനെ പുള്ളി വന്നിട്ട് ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നിനക്ക് വേണ്ടത് അച്ചുവെ ഒരു വലിയ സംഘടന എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു ഇന്ത്യ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് പുള്ളി എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് തുടങ്ങുമ്പോൾ ഇതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഈ യൂണിയൻ എടുത്ത് കളഞ്ഞിട്ട് അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പദം ആഡ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു ആദ്യത്തെ പേര്. INU മാറി INC ആയി മാറിയത് ദാദാഭായ് നവറോജി കാരണമാണ്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പദം ടേം ആഡ് ചെയ്തത് അദ്ദേഹമാണ്. ഓക്കെ, INCയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള 2 കോൺസ്പിറസി തിയറികളാണ്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് വലിയ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഈ സേഫ്റ്റി വാൽവ് നിങ്ങൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സേഫ്റ്റി വാൽവ് എവിടെ കണ്ടിട്ടുണ്ട്? കുക്കറിൽ. യെസ്, അടുക്കളയിൽ കയറുന്നവരാ. ഇനി പിന്നെ ബാക്കി ആരും കയറാറില്ലേ? പാത്രം കഴുകാനെങ്കിലും കയറിയിട്ടില്ലേ? എന്തിനാ കുക്കറിനകത്ത് ഈ പറയുന്ന സേഫ്റ്റി വാൽവ് കൊടുത്തിരിക്കുന്നത്? സേഫ്റ്റിക്ക് വേണ്ടി. യെസ്. പിന്നെ ആ സേഫ്റ്റി വാൽവ് കുക്കറിൽ ഇല്ല എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? കുക്കറിൽ സേഫ്റ്റി വാൽവ് ഇല്ല, പൊട്ടിത്തെറിക്കും. ഇതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രഷർ കുക്കറായിട്ട് വിചാരിക്കുക. മുമ്പ് സേഫ്റ്റി വാൽവ് ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യത്തെ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. അതായിരുന്നു 1857 റിവോൾട്ട്. ഇനി അതുപോലെ ഈ കുക്കർ പൊട്ടിത്തെറിക്കാൻ പാടില്ല എന്ന് ആർക്ക് നിർബന്ധമുണ്ട്? ആർക്കാ നിർബന്ധമുള്ളേ? ഇന്ത്യക്കാർക്കാണോ? അല്ല, ബ്രിട്ടനാണ് ഇത് തലവേദനയാവുന്നത്. ബ്രിട്ടന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രഷർ കുക്കറിന്റെ ഈ പറയുന്ന സേഫ്റ്റി വാൽവ്. അതായത് കുക്കർ ഇങ്ങനെ ഇരിക്കും, ഇത് ഇന്ത്യ, ഇതിന്റെ സേഫ്റ്റി വാൽവ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ കുക്കർ പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള ആവശ്യം ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ആർക്കാണ്? ബ്രിട്ടനാണ്. അതുകൊണ്ട് ഈ ഒരു സേഫ്റ്റി വാൽവിന്റെ ആവശ്യം ബ്രിട്ടൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്നാണ് ആര് പറഞ്ഞത്? ലാലാ ലജ്പത് റായ് പറഞ്ഞത്. അതുകൊണ്ട് ബ്രിട്ടന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് A.O. ഹ്യൂമിന്റെ അടുത്ത് പറഞ്ഞു, അവന്മാരെ കൂടെ കൂടിയിട്ട് ഇതുപോലൊരു സംഘടന തുടങ്ങിക്കോ, ഇല്ലെങ്കിൽ അവന്മാരുള്ള പ്രശ്നം എല്ലാം കൂടെ വെച്ചിട്ട് അവന്മാർ അടുത്ത ഒരു ലഹള തുടങ്ങും. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. അവന്മാർ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ പറഞ്ഞു തീർക്കട്ടെ, അവിടെ ആശ്വാസം കിട്ടുവാണെങ്കിൽ തീർന്നോട്ടെ. ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യം ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കാണ്. അങ്ങനെ ബ്രിട്ടന്റെ സപ്പോർട്ടോടു കൂടിയാണ് കോൺഗ്രസ് തുടങ്ങിയതെന്നാണ് ആര് പറഞ്ഞത്? ലാലാ ലജ്പത് റായ് പറഞ്ഞത്. ഓക്കെ, അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലാണ്. ഇതൊരു ബുക്കാണ്. ബുക്ക്
എന്നാൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം വേറെ ഉണ്ട്. അതാരുടെയെന്ന് അറിയാമോ? യങ് ഇന്ത്യ. യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അതാരുടെയാണ് അറിയോ? യങ് ഇന്ത്യ ന്യൂസ് പേപ്പർ. ഇത് യങ് ഇന്ത്യ ബുക്കാണ് ലാലാ ലജ്പത് റായ്. യങ് ഇന്ത്യ ന്യൂസ് പേപ്പർ ഗാന്ധി. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ന്യൂസ് പേപ്പറാണ് യങ് ഇന്ത്യ. അന്ന് കോൺഗ്രസ് സ്ഥാപിതമാകുന്ന സമയത്തുള്ള വൈസ്രോയാണ് ലോർഡ് ഡഫറിൻ. അപ്പൊ അന്ന് ഡഫറിന്റെ ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് രൂപീകൃതമായെന്നാണ് ലാലാ ലജ്പത് റായ് പറഞ്ഞത്. ഇത് PSCയുടെ ആൻസർ കീ പ്രകാരം ലാലാ ലജ്പത് റായ് ആണ്. എന്നാൽ വില്യം വേർഡർബേൺ എന്ന് പറയുന്ന ഒരു യൂറോപ്യനുണ്ട്. വില്യം വേർഡർബേൺ. ഇദ്ദേഹവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പല ഈ പറഞ്ഞ ഹിസ്റ്റോറിക് ബുക്കുകളിലും പറയുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A.O. ഹ്യൂമൻ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ കൂട്ടുന്ന ആളല്ലേ. അദ്ദേഹത്തിനെ ബ്രിട്ടീഷ് സൊസൈറ്റി കണ്ടത് ഒരു രാജ്യദ്രോഹിയായിട്ട്, ഒരു ട്രൈറ്റർ ആയിട്ടാണ് കണ്ടത്. കാര്യം ഇന്ത്യക്കാരുടെ കൂടെ വന്നിട്ട് ഈ ബ്രിട്ടനെതിരായിട്ടുള്ള ഒരു സംഘടന തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു രാജ്യദ്രോഹിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ A.O. ഹ്യൂമിന്റെ കട്ട ചങ്കായിരുന്നു ആര്? വില്യം വേർഡർബേൺ. ആ വില്യം വേർഡർബേൺ അതുകൊണ്ട് തന്റെ സുഹൃത്തിന്റെ ഈ ഒരു കളങ്കം മാറാനായിട്ട്, പുള്ളിക്കാരൻ A.O. ഹ്യൂം മരിച്ചുപോയി. അപ്പൊ വില്യം വേർഡർബേൺ എന്ത് ചെയ്തു? തന്റെ സുഹൃത്തിന് ഈ പറഞ്ഞ ഒരു പഴി ഒഴിവാക്കാനായിട്ട് പുള്ളി ഒരു ബുക്ക് എഴുതുകയാണ്. ആ ബുക്കിനകത്ത് പുള്ളി പറഞ്ഞു ഇത്തരത്തിൽ എന്താണ് ഏതൊരു സന്യാസി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് പുള്ളി എന്ത് സ്ഥാപിച്ചത്. അതും ഈ പറയുന്ന ബ്രിട്ടനിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കാതിരിക്കാനായിട്ടാണ് പുള്ളി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഒരു കോൺസ്പിറസി, ഒരു കഥ എന്ത് ചെയ്തു? ഉണ്ടാക്കി വെച്ചു. അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ ലാലാ ലജ്പത് റായ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കുന്നു? ലാലാ ലജ്പത് റായ് ആണ് സേഫ്റ്റി വാൽവ് തിയറി പ്രപ്പോസ് ചെയ്തത് നമ്മൾ പഠിക്കും. ഓക്കെ, ആ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷന്റെ തിയറിയാണ്. അതെ, ഫോർമേഷന്റെ തിയറി. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയുള്ള കോൺസ്പിറസി തിയറീസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അതിലൊന്നാണ് സേഫ്റ്റി വാൽവ് തിയറി. ഇതിലൊന്നും ഒരു പ്രൂഫും ഇല്ല കേട്ടോ, എവിഡൻസോ സാധ്യത ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ടെക്സ്റ്റുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളത് പറഞ്ഞു പോകുന്നു മാത്രം. ചിലപ്പോൾ തിയറീസ് ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ തിയറീസ് എന്തിനു നമ്മൾ പഠിക്കുന്നു എന്നുള്ളതിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ സേഫ്റ്റി വാൽവ് തിയറി ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആണ്. അടുത്ത തിയറിയാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി. അപ്പൊ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇത് പ്രപ്പോസ് ചെയ്തത് ഗോഖലെയാണ്. അപ്പൊ ഗോഖലെ പറഞ്ഞത് പ്രകാരം A.O. ഹ്യൂം എന്ന് പറയുന്നത് ഒരു പാലമാണ്. ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയ്ക്കുള്ള ഒരു പാലമാണ് ആര്? A.O. ഹ്യൂം. അപ്പൊ ഇന്ത്യക്കാർ ബ്രിട്ടനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു പാലത്തെ അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിങ് കണ്ടക്ടറിനെ ഉപയോഗിച്ചു എന്നാണ് ആര് പറഞ്ഞത്? ഗോഖലെ പറഞ്ഞത്. ഇതാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി. ഒരു ബ്രിട്ടീഷ് ആൾ വേണം, ബ്രിട്ടന്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി വേണം. നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്ക് അവന്മാരെ കാണാൻ പോലും പറ്റത്തില്ല, അല്ലെ? നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ബ്രിട്ടനെ അറിയിക്കാനായിട്ട് നമുക്കൊരു പാലം വേണം. ആ പാലമാണ് ആര്? A.O. ഹ്യൂം. അതാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി പറയുന്നത്. അത്രേ ഉള്ളൂ. അതാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി. അതുപോലെ തന്നെ സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഓക്കെ, ഇനി ഫാക്ടറി ഓഫ് സെഡിഷൻ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, അതായത് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ച വൈസ്രോയ് ആരാണ്? ലോർഡ് ഡഫറിൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സൈഡിൽ അത് ഉണ്ടാക്കാനായിട്ട് കൂട്ടു നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കട്ടാവിനെയും, അല്ലേ? അടുത്തത് കോൺഗ്രസ് ബീങ് ദ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നും വിശേഷിപ്പിച്ചത് ലോർഡ് ഡഫറിൻ ആണ്. നിങ്ങളൊന്നൊരു സംഭവമേ അല്ല, നമുക്കൊന്നും നിങ്ങളൊരു ആളെ അല്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ബീങ് ദ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ലോർഡ് ഡഫറിൻ ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയ് ആരെന്ന് ചോദിച്ചാൽ ലോർഡ് ഡഫറിൻ ആണ്. ഇത് പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് നടക്കുന്ന സമയത്ത് ആ സമയത്തുള്ള ഭരണാധികാരി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു തവണ പഞ്ചായത്ത് സെക്രട്ടറിയുടെ എക്സാമിനകത്ത് ചോദിച്ചാണ് ജാലിയൻ വാലാബാഗ് നടക്കുന്ന സമയത്തുള്ള വൈസ്രോയ് ആര്. അപ്പോൾ വർഷം 1919 ആ സമയത്തുണ്ടായിരുന്ന വൈസ്രോയ് ആരെന്നായിരുന്നു ചോദ്യം. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടന്റ് ഇവന്റുകൾ നടക്കുന്ന സമയത്തുള്ള വൈസ്രോയ്സ് പലതവണ ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ MCQ ആയിട്ടോ ചോദിക്കാം.
അതെ, ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ആ ചെംസ്ഫോർഡ് ഓർത്ത് വെക്കുന്നത് നമ്മൾ അന്ന് പഠിക്കുന്ന ഒരു ആക്ട് വെച്ചിട്ടാണ്. ആക്ടിന്റെ പേര് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം എന്നാണ്. ഈ ആക്ടുകൾക്ക് പേര് കൊടുക്കുന്നത്, അതായത് നമ്മൾ 1919 ആക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊണ്ടേഗു എന്ന് പറയുന്നത് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേരും ചെംസ്ഫോർഡ് എന്ന് പറയുന്ന അന്നത്തെ വൈസ്രോയുടെ പേരും. ഈ രണ്ട് പേരും കൂടെ വെച്ചിട്ടാണ് ആ ആക്ടിന് പേര് കൊടുക്കുന്നത്. അപ്പൊ മൊണ്ടേഗു അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ചെംസ്ഫോർഡ് ആ അന്നത്തെ വൈസ്രോയുടെ പേര്. അപ്പോൾ ഇതിറങ്ങിയ വർഷം 1919 ആ വർഷത്തിലാണ് ജാലിയൻ വാലാബാഗ് ഇഷ്യൂ നടക്കുന്നത്. സോ ചെംസ്ഫോർഡ് ആയിരിക്കും അന്നത്തെ വൈസ്രോയ്. ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തെടുത്തെന്ന് ആൻസർ ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, കാര്യം 4 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിനകത്ത് ഓർത്തെടുത്താൽ പോരെ, കണ്ട് മനസ്സിലാക്കി എടുത്താൽ പോരെ. ആ ചോദിച്ചോളൂ. അല്ല, അതൊക്കെ എടുക്കും. വൈസ്രോയ് അല്ല, ഇമ്പോർട്ടന്റ് വൈസ്രോയ്സ് നമ്മൾ ഈ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവുക ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിൽ വൈസ്രോയിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എത്ര ചോദ്യം ഉണ്ടായിരുന്നു? അത് 2 ചോദ്യം. ഏത് വൈസ്രോയെ കുറിച്ചാ ചോദ്യം വന്നേ? കോൺവാലിസ്. കോൺവാലിസിന്റെ കാര്യം അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കാം. മിസ്സേലിയസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഈ അതായത് വൈസ്രോയ്, അതിനകത്ത് വേറൊന്നുമില്ല, ഓരോ വൈസ്രോയിമാര് അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 1-2 പോയിന്റുകൾ പഠിച്ചു വെക്കും. അത്ര മതി നമുക്ക്. ഇപ്പൊ കോൺവാലിസ് കോഡൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ സിവിൽ സർവീസ് അതുപോലെ ജുഡീഷ്യറി ഇതിനൊക്കെ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്ന ആളാണ് കോൺവാലിസ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അത് എടുക്കാം, നമുക്ക് ഏറ്റവും അവസാനം എടുക്കാം. ഓക്കെ, ശരി. അങ്ങനെ 1885 ബോംബെയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ആദ്യം ഈ സമ്മേളനം പ്ലാൻ ചെയ്തത് പൂനെയിലായിരുന്നു. പക്ഷേ പൂനെയിൽ പ്ലേഗ് എന്ന് പറയുന്ന രോഗം ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ചതിനെ തുടർന്ന് സമ്മേളനം ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് എവിടെ വെച്ചിട്ടാ? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സയൻസ് കോളേജിൽ വെച്ചിട്ട് 28 ഡിസംബർ 1885 കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അതിനകത്ത് 72 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്നുള്ളതായിരുന്നു. ഫസ്റ്റ് പ്രസിഡന്റ് അതാണ് WC ബാനർജി, ഈ താടിക്കാരൻ. ഓക്കെ, WC ബാനർജി എന്ന് പറയുന്ന വ്യക്തിയാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ്. അപ്പൊ കോൺഗ്രസിന്റെ ഈ തുടക്ക കാലയളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണക്കാര് ആരും തന്നെ ഇല്ലായിരുന്നു. മൊത്തം ആ എലീറ്റ് ക്ലാസ്, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ഫോറിൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു മിഡിൽ ക്ലാസ് ഇന്റലിജൻഷ്യ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ എലീറ്റ് ക്ലാസ്സുകളാൽ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു സംഘടനയായിരുന്നു ആദ്യകാലങ്ങളിൽ കോൺഗ്രസ്. പക്ഷെ അങ്ങനെ ഒരു സമയത്ത്, അങ്ങനെ ഒരു സംഘടനയിൽ പ്രോപ്പറായിട്ട് ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അവിടെ ഈ പറയുന്ന ഇന്ത്യയിലെ ഡൗൺ ട്രോഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ദളിതിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത എന്താണ്? ഒന്നുകിൽ ഇവർക്ക് സിവിൽ സർവീസിലേക്ക് അവസരം കിട്ടുന്നില്ല, അല്ലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ പറഞ്ഞ ആ ഒരു എക്കണോമിക് ഡ്രെയിൻ തിയറി, ഇപ്പൊ ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തം, ഇന്ത്യയിലെ സ്വത്തെല്ലാം കൂടെ ചോർത്തിക്കൊണ്ട് പോവാണ്. അതിനെ കവിഞ്ഞ് ഇന്ത്യയിലെ കർഷകരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമി നഷ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ ദളിത്സിന്റെയോ ഇതൊന്നും തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന ഇപ്പോൾ സോൾട്ട് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടീസ്, അമിതമായിട്ടുള്ള നികുതി ചുമത്തുന്നത്, ഇതിന്റെ ഒന്നും തന്നെ ചർച്ച നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെ. അത് മാത്രമല്ല ഇവരൊക്കെ തന്നെ ഒരു പരിധി വരെ ബ്രിട്ടനോട് കൂറ് പുലർത്തിയിരുന്ന ആൾക്കാരാണ്. അതാണ് നമ്മൾ ഈ കോൺഗ്രസിന്റെ ആദ്യത്തെ ഘട്ടങ്ങളെ നമ്മൾ മിതവാദി ഘട്ടം അല്ലെങ്കിൽ മോഡറേറ്റ് ഫേസ് എന്ന് വിളിക്കും. മൊത്തത്തിൽ കോൺഗ്രസിൽ മിതവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, അല്ലെ, പിന്നെയാണ് ഗാന്ധിയൻ ഘട്ടം വരുന്നത്. മൊത്തത്തിൽ കോൺഗ്രസിന്റെ ഘട്ടത്തിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ആദ്യം തുടങ്ങിയ കാലയളവിൽ അത് മോഡറേറ്റ് ഫേസ് ആയിരുന്നു. മോഡറേറ്റ് ഫേസ് അഥവാ മിതവാദി ഘട്ടം. ഇതിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ 1885 തൊട്ട് 1905 വരെയാണ് ഈ പറയുന്ന മിതവാദി ഘട്ടം. അതിനുശേഷമാണ് തീവ്രവാദി ഘട്ടം അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്ന് പറയും. എക്സ്ട്രീമിസ്റ്റ് ഫേസ്. തീവ്രവാദി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ബോംബും മറ്റേ തോക്കും എടുത്തുകൊണ്ട് ഇറങ്ങുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല അവരുടെ ഐഡിയ, അവരുടെ ആ ഒരു മോഡസ് ഓപ്പറാൻഡി അങ്ങനെയല്ല. അത് നമ്മൾ പഠിക്കുമ്പോൾ പറയാം. ഇത് തീവ്രവാദി ഘട്ടം. നമ്മുടെ ബാലഗംഗാധര തിലകൻ, ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞ സ്കൂൾ കാലഘട്ടം തന്നെ പഠിച്ചിട്ടുണ്ട്, അല്ലെ. ലാലാ ലജ്പത് റോയ്, ബാലഗംഗാധര തിലകൻ, അതുപോലെ ബിപിൻ ചന്ദ്രപാൽ, ഇവരൊക്കെ ഈ തീവ്രവാദി ഘട്ടത്തിൽ പെടുന്ന ആൾക്കാർ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗാന്ധിയൻ ഘട്ടം വരുന്നത്, ഗാന്ധിയൻ ഫേസ്. അപ്പൊ തീവ്രവാദി ഘട്ടം എന്ന് പറയുന്നത് 1905 തൊട്ട് 1916-17 കാലയളവ് വരെ എവിടെ ഒരു ഫേസ്. അപ്പൊ ഗാന്ധി വന്ന ഒരു 17 തൊട്ട്
പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ 1947 വരെ ഗാന്ധിയൻ ഘട്ടം. ഇങ്ങനെ കോൺഗ്രസിന്റെ ആ ഒരു പ്രവർത്തന കാലയളവിന് നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. അതിനകത്ത് ഈ പറയുന്ന മോഡറേറ്റ് ഫേസിൽ മെയിൻലി ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ എലീറ്റ് ക്ലാസ്സുകളാലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ സമ്മേളനം വർഷത്തിൽ ഒരു ദിവസം എന്ത് ചെയ്യും, എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടും. ബാക്കി പിന്നെ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. എല്ലാവരും വരുന്നു, വർഷത്തിൽ ഒരു ദിവസം കൂടുന്നു, ചായയും കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വളർന്നിട്ടില്ലായിരുന്നു. അത് പിന്നീട് വളരുന്നത് ഒരു പടി കടന്ന് കുറച്ചുകൂടെ വളരുന്നത് എക്സ്ട്രീമിസ്റ്റ് ഫേസിലാണ്. അതൊരു ജനകീയമായിട്ട് മാറുന്നത്, തികച്ചും ജനകീയമായിട്ട് മാറുന്നത് ഗാന്ധിയൻ ഫേസിലാണ്. കാര്യം അതിന് തൊട്ട് മുമ്പ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരത്തെക്കുറിച്ച് അവരൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഗാന്ധി വന്നതിന് ശേഷമാണ് കംപ്ലീറ്റ്ലി ഒരു മാസ് ബേസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആവുന്നത്. എക്സ്ട്രീമിസ്റ്റുകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ജനങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമെന്ന്. മോഡറേറ്റുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അവർക്ക് ഈ പറയുന്ന ജനങ്ങളുടെ ശക്തിയിൽ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. അത് നോക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം ബുദ്ധിജീവികൾ, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും അറിയത്തില്ല, ഇവരെ പറഞ്ഞു പഠിപ്പിച്ച് ഇനി മൂവ്മെന്റ് ഒക്കെ ഇറക്കണമല്ലോ, കഷ്ടപ്പാടല്ലേ, വേണ്ട. ഇതായിരുന്നു മോഡറേറ്റുകളുടെ ഒരു ചിന്താഗതി. പക്ഷേ എക്സ്ട്രീമിസ്റ്റുകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ അവർക്ക് അത് സാധിച്ചില്ല. പക്ഷേ ഗാന്ധി വന്നതിന് ശേഷമാണ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ജനകീയ സമരങ്ങൾ ഇന്ത്യ കണ്ടു തുടങ്ങിയത്. ഇതാണ് പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ. ഓക്കെ ആണോ?